തൃശൂർ വടക്കാഞ്ചേരിയിൽ ഡ്രൈവറെ ആക്രമിച്ച് ടാക്സി കാറും പണവും മൊബൈൽ ഫോണും അപഹരിച്ച മൂന്നംഗ സംഘം കടന്നുകളഞ്ഞു. തൃശൂർ അരവൂർ സ്വദേശിയായ ടാക്സി ഡ്രൈവർ വിനോദിന് നേരെയാണ് മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ചതിനു ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത്. ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം കാർ കണ്ടെത്തിയെങ്കിലും രക്ഷപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കേസിൽ നിർണായക തെളിവായി മാറുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഇന്നലെ വൈകുന്നേരം 3:30 തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും മുണ്ടത്തിക്കോട് സ്വദേശിയായ വിനോദിന്റെ ടാക്സി വാടക വിളിക്കുന്നത്. 3 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇവർ ആരാണെന്നോ എവിടെ ഉള്ളവരാണെന്നോ എന്നുൾപ്പെടെയുള്ള യാതൊരു വിവരവും വിനോദിന് അറിയില്ല. അങ്കമാലിയിലേക്കാണ് സംഘം ഓട്ടം വിളിച്ചത്. ടാക്സി ഓട്ടം ആരംഭിച്ച് കുറച്ചു സമയം പിന്നിട്ടതോടെ വളപ്പായയിലെ മദ്യശാലയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. മദ്യം വാങ്ങിയെത്തിയ 3 അംഗ സംഘം കുറാഞ്ചേരിയിലേക്ക് പോകാനാണ് പിന്നീട് പറഞ്ഞത്. ഒരാളെ കൂടി അവിടെ നിന്ന് കൂട്ടണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് തെക്കുംകര ഭാഗത്തും കാർ നിർത്തി. ഇതിനുശേഷമായിരുന്നു വിനോദിനെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ ശേഷം ആക്രമിച്ചത്. തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം. വിനോദിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട വിനോദ് നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കാര്യങ്ങൾ വിളിച്ചറിയിച്ചു. ഇതോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാറിലെ GPS സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് കുന്നംകുളത്തെ ആശുപത്രിക്ക് സമീപം വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തച്ചനടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി പറഞ്ഞ വീട് അവിടെയാണ്. വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തച്ചനടി ഭാഗത്തെത്തിയപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുന്നതോട് കൂടിയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ മുളക് പൊടി മുഖത്തേക്ക് ഒരു പിടി മുളക് പൊടി എടുത്തിട്ട് മുഖത്തേക്ക് എറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് മുഴുവൻ കണ്ണിലേക്ക് ആയില്ല, കുറേ തലയിലേക്കും കുറേ മേത്തേക്കൊക്കെ ആയത്. അപ്പോഴേക്കും അവരടി തുടങ്ങി. ഇടിക്കാനും പുറത്ത് തലയ്ക്കൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി അടുത്തുള്ള കാട് പിടിച്ചൊരു ഏരിയയിലേക്ക് ഓടി കയറി. പോലീസിന്റെ സഹായത്തോടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിനോദിന് കാര്യമായ പരിക്കുകളുണ്ട്. ആക്രമണത്തിൽ 2000 രൂപയും 15,000 രൂപ വില വരുന്ന ഫോണും കവർന്നതായാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കരുതിക്കൂട്ടി കവർച്ച നടത്തിയ സംഘത്തിനെ കണ്ടെത്താൻ പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിവരികയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.